ഹലോ ഫ്രണ്ട്സ്, നമുക്ക് പുഴുവില്ലാതെ മാങ്ങ പഴുപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ മാവിലെ മാങ്ങകൾക്കെല്ലാം ഇപ്പോൾ പുഴുവാണ് വളരെയധികം. അവിടെ 2 പാത്രത്തിൽ വെള്ളം എടുക്കുന്നു. ഒരു പാത്രത്തിൽ 4 കപ്പ് വെള്ളവും ഒരു പാത്രത്തിൽ 6 കപ്പ് ചൂടുവെള്ളവും എടുക്കുന്നു. എന്നിട്ട് ഈ പച്ചവെള്ളത്തിലേക്ക് ഒരു 200 ഗ്രാം ഉപ്പ് ഉപ്പിട്ട് ലയിപ്പിക്കുന്നു. പച്ചവെള്ളത്തിലേക്ക് 200 ഗ്രാം ഉപ്പിട്ട് നല്ലതുപോലെ കലക്കുന്നു. കലക്കിയതിന് ശേഷം ഈ നല്ലതുപോലെ ചൂടായ വെള്ളം ഈ പച്ചവെള്ളത്തിലേക്ക് ഒഴിക്കുന്നു. പച്ചവെള്ളത്തിലേക്ക് ഒഴിച്ച് 2 തവണ നല്ലതുപോലെ മിക്സാക്കുന്നു. അതിനുശേഷം ഈ ഉപ്പിട്ട വെള്ളത്തിലേക്ക് നമ്മൾ ഈ മാങ്ങകളെല്ലാം പറക്കി വെള്ളത്തിനകത്ത് താന്ന് കിടക്കത്തക്ക രീതിയിൽ 10 മിനിറ്റ് നേരം നമ്മൾ ഇതിനകത്ത് മുക്കി വയ്ക്കുന്നു. വെള്ളത്തിൽ താന്ന് കിടക്കണം. ഇതെല്ലാം മുക്കി വെച്ച് ഈ സമയം കൊണ്ട് ഈ ചൂട് തട്ടി ഈ മാങ്ങയുടെ സുഷിരങ്ങളെല്ലാം വലുതാകുമ്പോഴത്തേക്ക് ഈ മാങ്ങയ്ക്കകത്ത് ഈ ഉപ്പ് വെള്ളം ഇതിനകത്ത് കയറും. ഈ മാങ്ങയുടെ തൊലിയുടെ അടിയിലിരിക്കുന്ന പുഴുക്കളുടെ മുട്ടകളും പുഴുക്കളും എല്ലാം ഈ ഉപ്പ് കയറി ഇത് നശിക്കും. എന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മാങ്ങകളെല്ലാം പറക്കി വെച്ച് നല്ലതുപോലെ തുടച്ച് പഴുപ്പിക്കാനായിട്ട് പറക്കി വയ്ക്കുക. മാങ്ങകളെല്ലാം പറക്കി വെക്കുന്നു. പത്ത് മിനിറ്റ് കഴിഞ്ഞ് പറക്കി വെച്ച് മാങ്ങകളെല്ലാം നല്ലതുപോലെ ഒരു തുണി കൊണ്ട് തുടച്ച് പഴുക്കാനായിട്ട് വയ്ക്കുക. എന്നിട്ട് 2-3 ദിവസം കഴിയുമ്പോൾ ഈ മാങ്ങ നല്ലതുപോലെ പഴവാകും. ഒറ്റ പുഴുവും കാണത്തില്ല. ഇതിൻ്റെ തൊലിയിലിരിക്കുന്ന എല്ലാ പുഴുക്കളും തൊലിയുടെ അടിയിലിരിക്കുന്ന എല്ലാ പുഴുക്കളും ചത്തുപോകും. അങ്ങനെ നിങ്ങളെല്ലാവരും ഒന്ന് പഠിപ്പിച്ച് നോക്കാം. നമ്മൾ എന്നും എല്ലാ കിട്ടുന്ന മാങ്ങകളും നമ്മൾ കണ്ടിക്ക് എടുക്കുമ്പോഴത്തേക്ക് മൊത്തം അതിന് പുഴുവായിരിക്കും. ആ പുഴു നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ളൊരു മാർഗമാണിത്. ഇതിഷ്ടമായെങ്കിൽ നിങ്ങളും എല്ലാവരും ചെയ്ത് നോക്കുക.